തള്ളിവിടാം. കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ഓറഞ്ച്, ആപ്പിൾ, കപ്പളങ്ങ, പഴം എന്തായാലും മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇത് ആരും തെറ്റിക്കല്ലോ. പഴം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി. ഇനി പൂക്കളുടെ പേര് പറഞ്ഞേ. പക്ഷേ പൂക്കളുടെ പേര് റോസ. റോസ ഏതുകൊണ്ടാണോ റോസ? മുല്ലപ്പൂ.
പിന്നെ പറ പൂക്കളുടെ പേര്. പച്ചക്കറി, പഴമ്പൂ, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പച്ചക്കറി. വെള്ളരിക്ക. പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി. പൂ. പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പച്ചക്കറി. പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പഴമ്പൂ, പച്ചക്കറി, പച്ചക്കറി. പഴം പച്ചക്കറി, പഴം പച്ചക്കറി, പഴം പച്ചക്കറി. ഓറഞ്ച്. അവര് പഴം പച്ചക്കറി മാത്രം ഓർക്കും. രണ്ടുപേരും ഈ ഗ്രൂപ്പിൽ പെടും, നിങ്ങൾ 3 പേരും ഈ ഗ്രൂപ്പിൽ പെടും. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ? ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് കളി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് അന്ത്യാക്ഷരി. സൗഗന്ധികമാണി അത് സൗവർണപരാഗ ഓമനി. കയ്യടിയരുതേ കന്യാമറിയമേ കതിളിക്കേതാ കതിളി കൺകതിളി ചെങ്കതിളി പൂവേണോ കവിളി പൂമതമുള്ള പൂവേണോ പൂക്കാര അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ നിങ്ങൾ ആരും അറിയുന്നില്ലേ, ബോട്ടിങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആസ്വദിച്ച് പതുക്കെ കഴിച്ചാൽ മതി. എത്തുന്നില്ല. സമ്മതമോ കമ്മതമോ നിൻ കടകണ്ണിൽ തട്ടിയെടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ടിടുമ്പോൾ കൊണ്ടിടുമ്പോൾ കാതിച്ചെല്ലാം പൊന്തി വരും പൊൻകടവിൽ ചന്ദ്രികയിൽ നീന്തി വരും
നടുക്കും പറന്നോളേ സമ്മതമോ കമ്മതമോ നിൻ കഴകണ്ണിൽ കണ്ടെടുത്തോ കണ്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസ്സമ്മതപ്പോ നിൽക്കൊതുപ്പോ തന്നിടുമ്പോ തുമ്പിടുമ്പോൾ ആദ്യം ചൊല്ലാൻ ഞാൻ
അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദര കാനന ചോല കുണുങ്ങിയോടി? കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സീതനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശും ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ, മലകൾ. ഇവിടമാണ് ഇതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണ് അനുജത്തി നമുക്കൊരേ മോഹം. ജീവന്റെ തെളിച്ചം നീ അമ്മേ, നീ അയ്യയ്യോ നീയൊരു യോധൻ, ഞാനിന്നൊരു സമരായ സ്ത്രീ. ഞാൻ കോരിയ വെള്ളം തന്നാൽ കേടലുണ്ട്, ഞാൻ കോരിയ വെള്ളം തന്നാൽ കേടലുണ്ട്. എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹം നീളും. ചുമയങ്ങുകയോ ഉണർന്നിടുക മനമേ, ഉണർന്നിടുക പ്രിയൻ കൂടെ വസിപ്പതിനായി ഉണർന്നിടുക. താലിപ്പൂ പീലിപ്പൂ താഴപ്പൂ ചൂടി വരും തളിരിലും കാവളം കിളിയേ. നിന്റെ തങ്കവള ചിത്തവള താരുണ്യ പൊന്നുവള. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപിതാവേ, ആത്മശരീരേന്ദ്രിയങ്ങളായ വിസ്മരണാദിവസങ്ങളെയും നമുക്ക് ഈ ബോട്ട് നിയന്ത്രിച്ച് സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ബോട്ടിന്റെ ഡ്രൈവർ അബ്ദുള്ള സാറാണ് അല്ലേ? നിയന്ത്രിച്ചു അദ്ദേഹത്തിന് പ്രത്യേകമായി കൈയടിക്കുക. അങ്ങനെ നമ്മൾ സുരക്ഷിതമായി നമ്മുടെ കരക്കെത്തിയിരിക്കുന്നു. ബോട്ടിൽ നിറങ്ങുക, നേരെ ബസ്സിൽ കയറുക, എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? സംസർഗവും നിങ്ങളോടുകൂടെ സഹോദരനെ ദിവ്യരഹസ്യമായി കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപം തീരുമാനം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo
നമ്മളിൽ ജപമാല ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മുമ്പിൽ നയിക്കുന്നത്. നമ്മുടെ ഈ യാത്രയെ സന്തോഷകരമായി ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ ജീവിത വഴികളിലൂടെ ഈശോയുടെ ജീവിതങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ക്യാമറ എടുത്തിരിക്കുന്നുണ്ട്. എല്ലാവരും ചിരിക്കുക. എല്ലാവരും നല്ല ചിരിയും എന്താ പറയുക, വളരെ ആക്ഷൻ ആരും മൗനമായിട്ടിരിക്കരുത്. വളരെ പുഞ്ചിരി വെച്ച് പുഞ്ചിരി വലിച്ചെറിയുക, പുഞ്ചിരി തൂവുക, വിതറുക. അങ്ങനെ അങ്ങ് പുറയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങ് പുറയിലേക്ക് അവിടെ ചിരിക്കുന്നുണ്ട്. അവർ പുഞ്ചിരിക്കുന്നുണ്ട്. മണിക്ക് വണ്ടിയൊക്കെ അറിയുന്നു. ഞാൻ വരുമ്പോ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. എന്നാലും കേരള ഫുഡാണ് ഏറ്റവും ഇഷ്ടം. വീട്ടുപേര് മാതേക്കൽ, താൻ തിരുവണ്ണാം വാർഡ്, പുള്ളിടവക. കേട്ടു നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിൻ താരയിൽ വന്നൻ അഴലിൻ കൂരിൽ മാറ്റി, ഹൃദയത്തിൻ താരയിൽ വന്നൻ അഴലിൻ കൂരിൽ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരി മനുഷ്യനായി ദൈവം, പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരി മനുഷ്യനായി ദൈവം. അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റും അറിയാതെ മറ്റെൻ്റെ കൈകൾ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. യോഗവിത്തേവം ജയിക്കുന്നിടൻ. ആയോധന കല പഠിച്ച സ്ഥലമാണ്. അതിനുശേഷം ഇപ്പോഴും ആ കളരി നിലനിൽക്കുന്നുണ്ട്. വലിയൊരു അമ്പലമാണ്.